ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം തത്സമയം ചേർന്നത് ശ്രീ ഇ.പി. ജയരാജനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ഇ.പി. ജയരാജൻ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞായിരുന്നോ? ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിഞ്ഞില്ല. രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിലൂടെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നല്ലൊരു ഇത്തരം സംരംഭം ഞങ്ങൾക്കൊരു ശുഭമുഹൂർത്തമായിട്ടാണ് കാണുന്നത്. തീർച്ചയായും നമുക്ക് ഒത്തിരി സന്തോഷം. രാവിലെ തന്നെ അങ്ങേ പോലുള്ളവരൊക്കെ നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷവും പ്രചോദനവും ഒക്കെയാണ്. അപ്പോൾ സഖാവേ, ഈ ആദ്യം തന്നെ MA ബേബി ഇപ്പോ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ചാനലിനോട് എനിക്ക് വലിയ താല്പര്യമാണ്. MA ബേബി വരുന്നുണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ട്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അതെ അതെ, MA ബേബി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ 8 പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതിയ അംഗങ്ങൾ വരുന്നു. അപ്പോൾ ഈ വർത്തമാനകാലത്തെ വെല്ലുവിളികളെയൊക്കെ പാർട്ടിക്ക് പുതിയ നേതൃത്വത്തിലൂടെ അതിജീവിക്കാൻ കഴിയുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഒപ്പം തന്നെ യുവാക്കളിൽ ഈ പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞിരിക്കുന്നുവെന്ന് പാർട്ടി കോൺഗ്രസ് തന്നെ വിലയിരുത്തിയൊരു സാഹചര്യമാണ് ഇപ്പോഴത്തേത്. പാർട്ടി കോൺഗ്രസ് ഇത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആകെ വിലയിരുത്തിക്കൊണ്ട് പാർട്ടി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിന് പരിഹാരം കാണാൻ ഓരോ രംഗത്ത് നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാർട്ടിക്ക് കരുത്തും ശക്തിയുമുള്ള ഒരു യുവ നേതൃത്വം വളർന്നു വരണം. പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധിവരെ മാത്രമേ പാർട്ടിയെ സേവിക്കാൻ കഴിയൂ. അങ്ങനെ വരുമ്പോൾ പുതിയ തലമുറ, യുവശക്തി അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അത് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പൊതുവായി സ്വീകരിച്ചു വരുന്ന ഒരു നയസമീപനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ പാർട്ടി കോൺഗ്രസിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പാർട്ടിയുടെ രാഷ്ട്രീയ നയ രൂപീകരണം നടത്തി പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചു. പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ പരിശോധിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു കർമ്മ പരിപാടിക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്തു. ആ പരിപാടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തി, അതിൻ്റെ നേതൃരംഗം പാർട്ടിയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയാണ് പോളിറ്റ് ബ്യൂറോ. അതിലേക്ക് കരുത്തും ശക്തിയുമുള്ള, ദീർഘവീക്ഷണമുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള, രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് പാർട്ടി ഒരു പുതിയ നേതൃരംഗം ഉയർന്നു വരണം എന്ന ആഗ്രഹത്തോടുകൂടി പുതിയ യുവസഖാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു PV ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തീർച്ചയായും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് ഒരു കരുത്തും ശക്തിയുമായിരിക്കും. സഖാവേ, ഈ സമരങ്ങളിലൂടെ പൊരുതി വന്ന, വളർന്നു വന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒരു ചെറിയ വിഭാഗം ആശാപ്രവർത്തകർ കഴിഞ്ഞ 10-60 ദിവസമായി വെയിലും മഴയും രാത്രിയും പകലും ഒന്നും വ്യത്യാസമില്ലാതെ വ്യത്യസ്തങ്ങളായ പ്രതിഷേധ മുറകളൊക്കെ സ്വീകരിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിരാഹാരം ഇരിക്കുന്നുണ്ട്, അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുന്നുണ്ട്. ഈ സമരം എന്തുകൊണ്ടാവും സഖാവെ ഒരു ഒത്തുതീർപ്പാകാതെ ഇങ്ങനെ നീണ്ടുപോകുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കുന്നവർ ആശാ വർക്കേഴ്സിൻ്റെ അവരുടെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നൊരു സമരമല്ലത്. അവരുടെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സമരം രൂപപ്പെടുകയില്ല. കാരണം കേരളത്തിൽ ഒരു 26,000 27,000-ഓളം വരുന്ന ആശാ വർക്കർമാരുണ്ട്. ആ ആശാ വർക്കർമാർക്ക് നല്ല ധാരണ തന്നെ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുണ്ട്. കാരണം പരമാവധി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാവർക്കും സഹായകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, പ്രത്യേകിച്ച് തൊഴിലാളി, കർഷകാദി ജനവിഭാഗങ്ങൾ, തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾ, അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ രാജ്യത്തുണ്ടാകുന്ന പ്രത്യേക സാഹചര്യങ്ങൾ, മാരകമായ പകർച്ചവ്യാധികൾ, മാരകമായ രോഗങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്ന കാലഘട്ടത്തിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് ഈ ആശാ വർക്കർമാർക്കൊക്കെ അറിയാം. അതിൽ നിന്ന് ആശാ വർക്കർമാരെ എന്ന പേരിൽ ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി
ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ബോധപൂർവം കളങ്കപ്പെടുത്താൻ, ആക്രമിക്കാൻ ഒരു വഴി രൂപപ്പെടുത്തിയെടുക്കുകയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലുള്ള സമരം. ഇത് സാധാരണഗതിയിൽ എല്ലാവർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തൊഴിൽ മന്ത്രി കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയൊന്നുമില്ല, കാരണം ഇത്രയും വട്ടം ചർച്ച നടത്തി, ഇനിയിപ്പോ ഒരു ചർച്ചയൊന്നും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊരു അവസാനം വേണ്ടേ? അതെ, അത് ഗവൺമെൻറ് അല്ല ചെയ്യേണ്ടത്. ആ തെറ്റായൊരു നിലപാട് സ്വീകരിച്ച് അനാവശ്യമായൊരു സമരമുണ്ടാക്കി നാട്ടിൽ ഒരു സമാധാന സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ആ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചിന്തിച്ച് അവർ നിലപാട് സ്വീകരിച്ച് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതിന് അവരാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ആശാവർക്കർമാർ മാത്രമല്ല, എത്രയായിരം തൊഴിലുറപ്പുകാരുണ്ട്, എത്രയായിരം അംഗനവാടി വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാചക തൊഴിലാളികളായിട്ടുണ്ട്, എത്രയായിരം ആളുകളുണ്ട് ഇവിടെ. അവരുടെ എല്ലാം പ്രശ്നം ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മുമ്പിലില്ലേ? ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ പൊതുപ്രശ്നം സമീപിക്കുക. ഞങ്ങൾക്കൊരു സെക്ടേറിയനിസ്റ്റ് നയമൊന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. എല്ലാ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ. അധ്വാനിക്കുന്ന എല്ലാ ജനങ്ങളോടൊപ്പം ഈ ഗവൺമെൻറ് ഉണ്ട്, ഇടതുപക്ഷ മുന്നണിയുണ്ട്, CPIM ഉണ്ട്. ആ നിലപാട് സ്വീകരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു സമരം നടത്തുക, അതിന് ഇടതുപക്ഷ വിരുദ്ധന്മാരെ മുഴുവൻ ഏകോപിപ്പിക്കുക, ആ സമരങ്ങൾ തന്നെ ദുർബലപ്പെടുകയില്ലേ? കാരണം ഇതിനെ ന്യായീകരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ടല്ലേ INTUC പോലെയുള്ള സംഘടനകൾ, അവരൊരു തൊഴിലാളി സംഘടനയാണ്, അവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടോ? STU മുസ്ലിം ലീഗ് നയിക്കുന്നൊരു സ്വതന്ത്ര തൊഴിലാളി യൂണിയനാണ്, അവർക്കിതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ ഒരു സമരം നടത്തുമ്പോൾ നടന്ന ചർച്ചയിൽ ഈ കമ്മീഷൻ എന്നൊരു ആശയം മുന്നോട്ട് വന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതും അല്ലെങ്കിൽ ആശാ വർക്കർക്ക് വേണ്ടി ഏറ്റവും അധികം ബാധിക്കുകയും ഒക്കെ ചെയ്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. പക്ഷേ ആ ഒരു വർധനവ്, ആ ഒരു ഓണറേറിയം വർധനവാണെങ്കിലും ആശാപ്രവർത്തകരെ ചേർത്ത് നിർത്തിയതൊന്നും മുൻകാലങ്ങളിൽ കമ്മീഷനെ വെച്ചിട്ടൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഒരു കമ്മീഷൻ എന്നൊരു ആവശ്യം? ഇതാണ് സമരക്കാർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അല്ല, എന്തിനാ പിന്നെ സമരം? മുൻകാലങ്ങളിലൊന്നും സമരം നടത്തിയിട്ടല്ലല്ലോ. 600 രൂപ 1000 1000, 6000-നും 7000-ലും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു 10,13,500 രൂപ മാസം പ്രതി ലഭിക്കത്തക്ക നിലയിൽ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ട് പരിഗണിക്കപ്പെടുന്നത് സമരം നടത്തിയിട്ടൊന്നുമല്ലല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ. ആ നല്ല ചിന്തയെങ്കിലും അവരിൽ ഉണ്ടാകേണ്ടതല്ലേ. തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമുള്ള, ഇടതുപക്ഷത്തെ എതിർക്കാൻ മാത്രം നടക്കുന്ന ചില തീവ്രവാദ ശക്തികളും അവരോടൊപ്പം നിൽക്കുന്ന ചില വർഗീയ ശക്തികളുമെല്ലാം പ്രേരണ നൽകി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ അവർ അകപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ആ സഹോദരിമാർ കഴിയുന്നത്ര വേഗം അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ സമരം എത്രയും വേഗം ഒത്തുതീർക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. 3ാം LDF സർക്കാർ വരുമോ അതോ 3ാം പിണറായി സർക്കാർ ആയിരിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് വീണ്ടും അധികാരത്തിലേക്ക് വരിക. പിന്നെ ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചതുപോലെ ചില പേരുകളും വ്യത്യസ്തതകളും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടൊന്നും ഞങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കില്ല. ഈ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ഒക്കെ നയിക്കാൻ കരുത്തുള്ള നേതാക്കളുണ്ട്, ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് വീണ്ടും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ ദൃഢമായിട്ട് തന്നെ പറയുന്നത്. കാരണം ഇന്നത്തെ കേരളം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വ്യത്യസ്തങ്ങളായ നിലപാടുകൾ സ്വീകരിച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, നവംബർ മാസം 1-ാം തീയതി അതിദരിദ്രരില്ലാത്തൊരു കേരളമായി കേരളം മാറുകയല്ലേ? വെറുതെ രൂപപ്പെട്ടു വന്നതാണോ? ഭവനരഹിതരില്ലാത്തൊരു കേരളമായി കേരളം രൂപപ്പെടുകയല്ലേ? എങ്ങനെയാണ് സംഭവിച്ചത്? വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും നിങ്ങളിന്ന് എടുത്തു നോക്കൂ, ആശുപത്രികൾ എടുത്തു നോക്കൂ, എത്രമാത്രം മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. രാജ്യം മുഴുവൻ ഒരു വികസനത്തിൻ്റെ വഴികളിലല്ലേ? റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഒക്കെയായി നാട്ടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പോലും എത്രമാത്രം നിലവാരം മെച്ചപ്പെട്ടിട്ടുള്ള റോഡുകളാണ്. അതുപോലെ തന്നെ വിദേശികൾ വളരെ പ്രതീക്ഷയോടുകൂടി ടൂറിസ്റ്റുകൾ വരികയാണ്. വ്യക്തമാണ്, സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നതാണ്.
ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു SFIO നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണ വിജയൻ ഏതെങ്കിലും തരത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് അങ്ങ് വിശ്വസിക്കുന്നോ? ഒരു ജാഗ്രത കുറവില്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ രാഷ്ട്രീയ നയങ്ങളാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയാണ് അവരുടെ ലക്ഷ്യം. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അവരുടെ കൈവശം ഒന്നുമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ ആക്രമിച്ച് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാം എന്ന് ധരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയല്ലേ ഇത്? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്? മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലേ? നിങ്ങൾ എന്താണ് ഇതൊന്നും കാണാത്തത്? ഡൽഹിയിലെ ആരോഗ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലേ? അവിടുത്തെ മറ്റു മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തില്ലേ? ആന്ധ്രയിൽ അനുഭവങ്ങൾ ഉണ്ടായില്ലേ? ഇത് മുഖ്യമന്ത്രി BJP ഇതര ഗവൺമെൻറ്റുകളെ ആക്രമിക്കുക, കളങ്കപ്പെടുത്തുക, അതിനെന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഗവൺമെൻറ്റല്ലേ? ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നില്ലേ? അവരെ അറസ്റ്റ് ചെയ്തൊരു ഗവൺമെൻറ്റല്ലേ ഇവിടെയുള്ളത്? നിങ്ങൾ എന്ത് ഔചിത്യമാണ്, എന്ത് നിയമപരമായ നടപടികളാണ് ഇവിടെ സ്വീകരിച്ചത്? ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര ഗവൺമെൻറ്റുകളെ സ്ഥാപിപ്പിക്കുകയല്ലേ? തമിഴ്നാട് നിയമസഭ പാസ്സാക്കിയിട്ടുള്ള 10 ബില്ലുകൾ അംഗീകാരം കൊടുക്കാതെ വർഷങ്ങളായി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ? കേരള നിയമസഭ പാസ്സാക്കിയ നിയമങ്ങൾ, ഇവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കണ്ടേ? ആ അംഗീകാരം കൊടുക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗവർണറിൽ നിക്ഷിപ്തമായ ചുമതലയാണത്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കി അംഗീകരിക്കുന്ന നിയമങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത്, അതിൽ അംഗീകാരം കൊടുക്കുക എന്നുള്ളത്. അതിന് കേരളത്തെ സഹായിക്കുകയാണ് വേണ്ടത് ഒരു ഗവർണർ. ഇവിടെ അതാണോ? എന്താ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്? എന്തടിസ്ഥാനത്തിലാണ് ഈ ബില്ല് തടഞ്ഞു വെച്ചത്? എന്താണ് ഗവർണർക്ക് അതിൻ്റെ അധികാരം? അധികാരമില്ലാത്ത കാര്യമല്ലേ ഗവർണർ ഇവിടെ ചെയ്തത്? നമ്മൾ പ്രതികരിക്കേണ്ടത് അതിനോടല്ലേ? ഇവിടെ മുഖ്യമന്ത്രി ആക്രമിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്രമിക്കുക, ആ നിലപാടാണ് നമ്മുടെ മാധ്യമരംഗത്തുള്ള സുഹൃത്തുക്കൾ അത്തരം സമീപനങ്ങൾ ഉപേക്ഷിച്ച് വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ജനോപകാരപ്രദമായ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരവരുടെ നിലപാടുകൾ സ്വീകരിക്കണം. അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. അതല്ലാതെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി സംശുദ്ധമായ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തരുത്. ഓക്കെ, വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ EP ജയരാജൻ, നമുക്കിപ്പം രാവിലെ ഈ പ്രഭാതത്തിൽ പങ്കെടുത്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് മലയാളം ചാനൽ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചാനലാണ്. നിങ്ങളുടെ ഉദ്ഘാടനത്തിന് തന്നെ ഞാൻ അവിടെ വന്നിരുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കാരണം ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഒന്നിച്ചൊരു ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്, സദ്യയൊക്കെ കഴിച്ചിട്ട്. എനിക്ക് മനസ്സിലായി നിങ്ങളിവിടെ വീട്ടിൽ വന്നിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ആ മനസ്സ് ഓർമ്മയും നന്നായിരിക്കട്ടെ. തീർച്ചയായും നിങ്ങളുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോട് എന്നും നന്ദി ഉണ്ടാകുന്ന ഒരാളായിരിക്കും ഞാൻ. എനിക്ക് എന്നും നിങ്ങളുടെ ചാനലിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നിങ്ങളുടെ ചാനലിൻ്റെ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് അതിൻ്റെ പല മാധ്യമ പ്രവർത്തകരും, മലയാളം ചാനലിൻ്റെ മാധ്യമ പ്രവർത്തകർ നല്ല ബന്ധങ്ങളും നല്ല പെരുമാറ്റങ്ങളും രീതികളും ഒക്കെ ഉള്ളവരാണ്. മറ്റ് പലരെ പോലെയും ഒരു തെറ്റായ ദുഷ്ടശക്തികളായി തെറ്റായ ധാരണകൾ പരത്താൻ ബോധപൂർവം പരിശ്രമിക്കുന്ന ആളുകളല്ല. എനിക്ക് തന്നെ അറിയാം. ഞാൻ തന്നെ അത് സംബന്ധിച്ച് ഒരു ചാനലിന് പരാതി കൊടുത്ത് അവർ അന്വേഷിച്ചത് ശരിയാണെന്ന് പറഞ്ഞതാണ്. എനിക്കെതിരെ വാർത്തയുണ്ടാക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ഒളരിയിൽ ഒരു കേരളത്തിലൊരു പ്രമുഖ ദൃശ്യമാധ്യമം പണം കൊടുത്ത ആളുകളെ കൊണ്ടുവന്ന് ഒരു നാടകമുണ്ടാക്കാൻ ശ്രമിച്ചു, പിടിക്കപ്പെട്ടു പോയി. ഇതൊക്കെയാണ് രാജ്യത്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കെതിരായൊരു വാർത്ത ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനമല്ല നമുക്ക് വേണ്ടത്. ഇല്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വാർത്തയുണ്ടാക്കുകയല്ല വേണ്ടത്. വാർത്തകൾക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഉള്ള വാർത്ത കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലതും ബ്ലാക്ക് മെയിൽ ചെയ്യുക, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, നാടിനും സമൂഹത്തിനും ഗുണകരമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിലെ മദ്യാസക്തി, ലഹരി, അതിനെതിരായിട്ടുള്ള എല്ലാവരും കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണം. കേരളത്തിൻ്റെ സമഗ്രമായ വികസനം, അഭിവൃദ്ധി, ജനക്ഷേമം, ആരോഗ്യം,
അതിനെല്ലാമുള്ള ഒരു യോജിച്ചൊരു മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് നിങ്ങളുടെ ചാനലുകളും നല്ല നിലയിൽ പങ്കുവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് മലയാള ചാനലിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് സഖാവെ. അപ്പോൾ നല്ലൊരു ദിവസം നേരുകയാണ്. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓക്കെ.